കാസർകോട്ട് സിപിഐഎം പ്രവർത്തകൻ സി നാരായണൻ കുത്തേറ്റു മരിച്ച സംഭവത്തിൽ 2 ബിജെപി പ്രവർത്തകർക്കെതിരെ കേസെടുത്തു. പുഷ്പൻ, ശ്രീനാഥ് എന്നിവർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് ജില്ലയിൽ LDF ഹർത്താൽ ആചരിച്ചു. കണ്ണൂർ അഴീക്കോട് 2 സിപിഐഎം പ്രവർത്തകർക്ക് വെട്ടേറ്റു. തൊടുപുഴയിൽ RSS പ്രവർത്തകർ സിപിഐഎം പാർട്ടി ഓഫീസ് അടിച്ചു തകർത്തു. നാളെ ഇടുക്കി ജില്ലയിൽ സിപിഐഎം പ്രതിഷേധ ദിനം ആചരിക്കും. സംസ്ഥാന വ്യാപകമായി ആക്രമണവും രാഷ്ട്രീയ കൊലപാതകത്തിലെ പ്രതിഷേധവുമായിരുന്നു ഇന്ന് ക്രമസമാധാന പ്രശ്നമായി പൊതുവെ കേരളത്തിൽ ഉയർന്നത്. ഓണദിവസം കാസർഗോഡ് RSS ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സിപിഐഎം പ്രവർത്തകൻ ശ്രീനാരായണന്റെ മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. ആയിരങ്ങളാണ് ആദരാഞ്ജലികളുമായി കാലിച്ചാലെടുക്കത്ത് പൊതുദർശനത്തിനെത്തിയത്. നാരായണന്റെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് LDF പ്രഖ്യാപിച്ച ഹർത്താൽ കാസർഗോഡ് ജില്ലയിൽ സമാധാനവും പൂർണ്ണവുമായിരുന്നു. പരിയാരം മെഡിക്കൽ കോളേജിൽ പിണറായി വിജയൻ അന്തിമോപചാരം അർപ്പിച്ചു. തുടർന്ന് നാട്ടിലെത്തിച്ച് സംസ്കരിക്കുകയായിരുന്നു. മകൻ അഭിജിത്താണ് സി നാരായണന്റെ ചിതയ്ക്ക് തീ കൊളുത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് പുഷ്പൻ, ശ്രീനാഥ് എന്നീ BJP പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തു. അതേസമയം കണ്ണൂരിലും ഇടുക്കിയിലും RSS ആക്രമണങ്ങളുണ്ടായി. കണ്ണൂർ അഴീക്കോട് RSS ആക്രമണത്തിൽ 2 CPIM പ്രവർത്തകർക്കാണ് വെട്ടേറ്റത്. കാപ്പൽ പീടികയിൽ ഷൈജു, ഷഹീർ എന്നിവരെ AKG ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൊടുപുഴയിൽ RSS പ്രവർത്തകർ CPIM പാർട്ടി ഓഫീസ് അടിച്ചു തകർത്തു. നാളെ ഇടുക്കിയിൽ പ്രതിഷേധ ദിനം ആചരിക്കുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MM മണി വ്യക്തമാക്കി. കായംകുളത്ത് ഇന്നലെ CPIM പ്രവർത്തകരെ ആക്രമിച്ച 5 RSSകാരാണ് ഇന്ന് പിടിയിലായത്. രാഷ്ട്രീയത്തിന് പുറമെ ഒരു കൊലപാതകത്തിനു കൂടി കേരളം ഇന്ന് സാക്ഷ്യം വഹിച്ചു. ചെങ്ങന്നൂരിൽ ഓണത്തിന് മദ്യം വിളമ്പിയതുമായി ബന്ധപ്പെട്ട സംഘർഷത്തിൽ ചികിത്സയിലായിരുന്ന സിജു എന്ന ആളാണ് ഇന്ന് മരിച്ചത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് പീപ്പിൾ TV ന്യൂസ്. RSS ആക്രമണങ്ങൾക്ക് UDF സർക്കാർ സഹായം ചെയ്തു കൊടുക്കുന്നതായി CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ആരോപിച്ചു. ആക്രമണം നടത്തുന്ന RSSകാർക്ക് കോൺഗ്രസുമായി പ്രത്യേക ധാരണയുണ്ടെന്നും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാണിതെന്നും പൊളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ പറഞ്ഞു. ക്രമസമാധാന നില തകർക്കാൻ ആസൂത്രിത നീക്കം നടക്കുന്നതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അഭിപ്രായപ്പെട്ടു. ഭരണത്തിന്റെ ഒത്താശയിലാണ് ചെയ്യുന്നത്. പോലീസ് നോക്കി നിൽക്കുകയാണ്. UDF ഗവൺമെൻറ് RSSന്റെ ആക്രമണങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഫലമായിട്ടാണ് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്താൻ അവർക്ക് കരുത്ത് കിട്ടുന്നത്. ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ RSSനെ പ്രീണിപ്പിക്കുന്ന നിലപാട് ഒരു ഭാഗത്ത് വരുന്നു. അപ്പോൾ RSSനെ കൂടുതൽ പ്രീണിപ്പിക്കുന്നു എന്ന നിലപാട് കാണിക്കാൻ വേണ്ടി ചില സംഭവങ്ങൾ തന്നെ ഉയർന്നു വരുന്നുണ്ടോ എന്നതും പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. സംസ്ഥാനത്തെ സമാധാന ജീവിതം ഉറപ്പുവരുത്താൻ വേണ്ടി ഇത്തരം അക്രമങ്ങൾ നടത്തുന്ന ആളുകളുടെ മേൽ കർശന നടപടി സ്വീകരിക്കും. ഒരു വിട്ടുവീഴ്ച ആ കാര്യത്തിൽ ഉണ്ടാകില്ല. രാജസ്ഥാനിലെ 108 ആംബുലൻസ് അഴിമതി കേസിൽ മുൻ കേന്ദ്രമന്ത്രി വയലാർ രവിയുടെ മകനായ രവികൃഷ്ണ, ഉമ്മൻചാണ്ടിയുടെ സാമ്പത്തിക ഉപദേഷ്ടാവായിരുന്ന ഷാഫി മേത്തർ എന്നിവർക്കെതിരെ CBI കേസെടുത്തു. രാജസ്ഥാൻ മുൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട്, കോൺഗ്രസ് നേതാവ് സച്ചിൻ പൈലറ്റ് എന്നിവർക്കെതിരെയും CBI കേസെടുത്ത് FIR രജിസ്റ്റർ ചെയ്തു. സംസ്ഥാനത്ത് ഓണം നാളുകളിൽ ബിവറേജസ് കോർപ്പറേഷനിലും കൺസ്യൂമർ ഫെഡിലും റെക്കോർഡ് മദ്യവിൽപ്പന. 80 കോടിയിലധികം രൂപയുടെ മദ്യമാണ് ഈ ദിനങ്ങളിൽ മദ്യപാനികൾ അകത്താക്കിയത്. ബെവ്കോയിൽ തിരുവോണ ദിനത്തിൽ മാത്രം 46 കോടി രൂപയുടെ മദ്യം വിറ്റപ്പോൾ കൺസ്യൂമർ ഫെഡിലെ വിൽപ്പന 10 കോടിയായിരുന്നു. ഉത്രാടം, അവിട്ടം ദിനങ്ങളിൽ 40 കോടിയിലധികം മദ്യമാണ് വിറ്റഴിഞ്ഞത്. പച്ചക്കറികളിലെ കീടനാശിനി പ്രയോഗത്തിനെതിരെ നടപടി തുടങ്ങിയതോടെ തനിക്കെതിരെയുള്ള ഭീഷണി വർദ്ധിച്ചതായി ഭക്ഷ്യസുരക്ഷാ കമ്മീഷണർ TV അനുപമ. പച്ചക്കറികളിൽ കീടനാശിനികൾ എത്രത്തോളമാകാമെന്നത് സംബന്ധിച്ച് കൃത്യമായ മാനദണ്ഡങ്ങൾ ഇല്ലാത്തത് പരിശോധനകൾക്ക് തിരിച്ചടിയാണെന്നും കമ്മീഷണർ വ്യക്തമാക്കി.